നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. കെ.ടി. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ഇന്ന് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും വിവിധ സംഘടനകൾ മാർച്ച് നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ പല യുവജന സംഘടനകളുടെയും പ്രതിഷേധ മാർച്ചിൽ വ്യാപക സംഘർഷമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. മന്ത്രി കെ.ടി. ജലീലിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇ.ടി. സ്പെഷ്യൽ ഡയറക്ടർ സുശീൽ കുമാർ കൊച്ചിയിലെത്തി. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള പ്രധാന കേസുകളുടെ അവലോകനത്തിനാണ് അദ്ദേഹം എത്തിയത്. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പി. വിജയകുമാർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി. എ. ഉണ്ണികൃഷ്ണൻ എന്നിവരുമായി സുശീൽ കുമാർ കൂടിക്കാഴ്ച നടത്തി. അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ കുറച്ചു ദിവസം കൂടി സ്പെഷ്യൽ ഡയറക്ടർ കൊച്ചിയിൽ തുടരുമെന്നാണ് സൂചന. എന്നാൽ 2 മാസം കൂടുമ്പോഴുള്ള പതിവ് സന്ദർശനം മാത്രമാണിതെന്നാണ് ഇ.ഡി. വൃത്തങ്ങൾ പറയുന്നത്. മന്ത്രി കെ.ടി. ജലീലിനെ എൻ.ഐ.എ. ഉടൻ ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിന്റെയും അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യൽ. സ്വപ്ന സുരേഷിനെ ഈ മാസം 22-ന് എൻ.ഐ.എ. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. എൻഫോഴ്സ്മെന്റിന് ശേഷം കെ.ടി. ജലീലിനെ ചോദ്യം ചെയ്യാൻ എൻ.ഐ.എ. തയ്യാറെടുക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ജലീലിനെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ എൻ.ഐ.എ. സംഘം ഇന്നലെ പരിശോധിച്ചു. സ്വർണ്ണക്കടത്ത്, വിദേശ സഹായം, വിദേശത്തു നിന്ന് ഖുറാൻ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് കെ.ടി. ജലീലിനെതിരെ എൻ.ഐ.എ. അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളും അന്വേഷണ പരിധിയിൽ വരും. ചട്ടം ലംഘിച്ച് നയതന്ത്ര ബാഗേജിലൂടെ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നതിന് പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതി ലഭിച്ചിരുന്നില്ല. UAE കോൺസുലേറ്റിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ റമദാൻ കിറ്റ് കൈപ്പറ്റിയത് കേന്ദ്രാനുമതി ഇല്ലാതെയായിരുന്നു. 500 രൂപയുടെ 1000 കിറ്റുകൾ കൈപ്പറ്റിയത് കോൺസൽ ജനറലുമായി നേരിട്ട് ഇടപാട് നടത്തിയാണെന്ന് ജലീൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിയമനിർമ്മാണ സഭാംഗങ്ങൾ പണമോ പാരിതോഷികമോ കൈപ്പറ്റുന്നതിന് മുൻപ് കേന്ദ്രാനുമതി തേടണമെന്നാണ് ചട്ടം. ഇതേക്കുറിച്ചെല്ലാമുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുകയാണ് എൻ.ഐ.എയുടെ ലക്ഷ്യം. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇടതുമുന്നണി യോഗവും നാളെ ചേരും. മന്ത്രി കെ.ടി. ജലീൽ ആരോപണത്തെയും അന്വേഷണത്തെയും നേരിട്ട രീതിയിൽ CPM-ലും മുന്നണിയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. നേതൃയോഗങ്ങളിൽ ഈ ഭിന്നത മറനീക്കാനാണ് സാധ്യത. സ്വർണ്ണക്കടത്ത് വിവാദത്തിന്റെ ആദ്യ നാളുകളിൽ പാർട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉറപ്പു നൽകി. ശിവശങ്കറിനപ്പുറം സർക്കാരിനെ ബാധിക്കുന്ന ഒന്നും വിവാദത്തിലില്ല. അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് മറ്റു ചിലരാകും. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ പാർട്ടി പൂർണ്ണമായും വിശ്വസിച്ചു. ആദ്യം അറച്ചുനിന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തിറങ്ങി. പക്ഷേ CPM കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലാണ് പിന്നീട് അന്വേഷണം മുന്നോട്ടു പോയത്. ആദ്യം മന്ത്രി കെ.ടി. ജലീൽ കുടുങ്ങി. ഇപ്പോൾ ഒരു മന്ത്രിയുടെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നു. പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും തുടർ ആരോപണങ്ങൾ വരുന്നു. ഇത് പാർട്ടിക്കുള്ളിലും അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കണമെന്ന് മുതിർന്ന അംഗങ്ങളിൽ ചിലർ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. അടുത്തയാഴ്ച സംസ്ഥാന സമിതി യോഗം ചേരും. മികച്ച പ്രതിച്ഛായയുമായി മുന്നോട്ടു പോയിരുന്ന സർക്കാർ വലിയ പ്രതിരോധത്തിൽ വീണതിൽ നേതാക്കളിൽ ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. മന്ത്രി ജലീലിന്റെ കാര്യത്തിലടക്കം ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ തെറ്റുതിരുത്താനും ജനങ്ങളുടെയും അണികളുടെയും സംശയങ്ങൾ ദൂരീകരിക്കാനും സമയമില്ലെന്നതും CPM-ന്റെയും മുന്നണിയുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ജലീൽ വിവാദത്തിൽ ഖുർആനെ വലിച്ചിഴയ്ക്കുന്നു എന്നാരോപിച്ച സമസ്ത കാന്തപുരം വിഭാഗത്തിന് പിന്നാലെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത്. മുജാഹിദ് മർക്കസ് ദഅവ വിഭാഗവും SKSSF ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂരുമാണ് വിവാദം അതിരുവിടുന്നുവെന്ന് ആരോപിച്ച് രംഗത്തുവന്നത്. ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്നാരോപിച്ച് പ്രക്ഷോഭ രംഗത്തുള്ള മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് മതസംഘടനകളുടെ നിലപാട്. ജലീൽ വിവാദത്തിൽ ഖുർആൻ മറയാക്കി കള്ളക്കടത്തു നടത്തിയെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് പ്രതിരോധവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തുവന്നത്. ഖുർആനെയും മതത്തെയും വിവാദത്തിലേക്ക് വലിച്ചിട്ട് വർഗീയ ധ്രുവീകരണത്തിന് നീക്കം നടക്കുന്നുവെന്ന ആരോപണവുമായി കാന്തപുരം സുന്നി സംഘടനയാണ് ആദ്യം രംഗത്തെത്തിയത്. പിന്നാലെ മുജാഹിദ് മർക്കസുദ്ദവ വിഭാഗവും നിലപാടെടുത്തു. ഖുർആൻ കൊണ്ടുവന്നതിനെ വിവാദമാക്കിയതിലൂടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മതേതര കക്ഷികൾ വഴിയൊരുക്കിയെന്ന കടുത്ത വിമർശനമാണ് ഇവർ മുന്നോട്ട് വെച്ചത്.
നമ്മളതിന്റെ രാഷ്ട്രീയ തലങ്ങളിലേക്ക് കടക്കുന്നേയില്ല. നമ്മൾ പറഞ്ഞുള്ളൂ, ഇത് വെറുതെ വിവാദമാക്കേണ്ടതില്ല. ഒരു വേദഗ്രന്ഥത്തെ അനാവശ്യമായിട്ട് ഒരു ചർച്ചയിലേക്ക് വലിച്ചഴക്കേണ്ടെന്ന് ഉദ്ദേശിച്ചുള്ളൂ. ജലീൽ വിവാദത്തിൽ ഖുർആനെ അവഹേളിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച SKSSF ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ വിഷയത്തിൽ കാന്തപുരത്തിനെതിരെ യൂത്ത് ലീഗ് നടത്തിയ ആക്രമണത്തെ വിമർശിക്കുകയും ചെയ്തു. ഖുർആൻ കൊണ്ടുവന്നതിനെ വിവാദത്തിലാക്കുന്നത് തിരിഞ്ഞുകുത്തുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനുമുണ്ട്. NIA അന്വേഷിക്കുന്നു എന്നുള്ളത് ഇതിന്റെ പിന്നിൽ ഒരു BJPയുടെ അജണ്ടയുണ്ട് എന്ന് മുസ്ലിം സംഘടനകൾ ഓരോരുത്തരായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ തിരിച്ചറിയാതെ ഈ അജണ്ടയ്ക്ക് പിന്നാലെ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. വിഷയത്തിൽ BJP നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൊതുവിഷയമായി ഉയരുന്നത് ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. UAEയിൽ നിന്ന് കേരളത്തിലെ പല സമുദായ സംഘടനകൾക്കും സഹായം ലഭിക്കാറുണ്ട്. വിവാദം ഈ സഹായങ്ങളെ തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്ക സംഘടനകൾക്കുണ്ട്. വിഷയത്തിൽ സമസ്ത EK വിഭാഗവും നിലപാടുമായി വൈകാതെ രംഗത്തുവരുമെന്നാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്. വയനാട്ടിൽ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച DM വിംസ് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം നടക്കുന്നുണ്ടെന്ന് യൂത്ത് ലീഗ്. മന്ത്രി EP ജയരാജന്റെ ബന്ധുവായ യുവതിയെ ഉയർന്ന തസ്തികയിൽ നിയമിച്ചതായും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MP നവാസ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചു. സ്ഥാപനത്തിലെ നിലവിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചും തസ്തിക സംബന്ധിച്ചും മുഴുവൻ വിവരവും സർക്കാരിന് കൈമാറിക്കഴിഞ്ഞ ശേഷം മന്ത്രി EP ജയരാജന്റെ ബന്ധുവായ യുവതിക്ക് HR എക്സിക്യൂട്ടീവ് തസ്തികയിൽ നിയമനം നൽകിയെന്നാണ് യൂത്ത് ലീഗ് ആരോപണം. സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന യുവതി അത് രാജിവെച്ചാണ് ഇവിടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ജോലി നേടിയത്. ഇക്കാര്യം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാവും MSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MP നവാസ് വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയ്ക്ക് പരാതി നൽകി. വലിയ ആരോപണം കേരളത്തിലെ സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു അനധികൃത നിയമനമാണ് ഇവിടെ DM വിംസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി EP ജയരാജൻ്റെ ബന്ധുവിനെ HR അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ജൂൺ മാസത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പ്രസ്തുത തസ്തികയിലേക്ക് ആളെ എടുത്തതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. News 18, വയനാട്. 6 മാസത്തേക്ക് കൂടി ശമ്പളം പിടിച്ചുവെക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ജീവനക്കാർക്കിടയിൽ കടുത്ത അമർഷം. പിടിച്ചുവെക്കുന്ന തുക പലിശ സഹിതം നൽകുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം ജീവനക്കാർ ഇതിനോട് യോജിക്കുന്നില്ല. പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് പുറമെ നിയമപോരാട്ടത്തിനും തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. കോവിഡിൽ തകർന്ന സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് സർക്കാർ വീണ്ടും ജീവനക്കാരെ ആശ്രയിക്കുന്നത്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ശമ്പളം പിടിച്ചതിന്റെ പ്രതിഷേധം അവസാനിക്കും മുമ്പാണ് സർക്കാരിന്റെ അടുത്ത നീക്കം. ശമ്പളം മാറ്റിവെക്കൽ സെപ്റ്റംബർ 1 മുതൽ 6 മാസത്തേക്കാണ് നീട്ടിയത്. ഈ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞാലും തുടരുമെന്ന് ചുരുക്കം. COVID-19 ഇൻകം സപ്പോർട്ട് സ്കീം എന്ന പേരിലാണ് ശമ്പളം പിടിച്ചുവെക്കുന്നത്. ശക്തമായ പ്രക്ഷോഭത്തിനാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ തീരുമാനം. സർവീസ് സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് 1 മാസത്തെ ശമ്പളം കൂടി കട്ട് ചെയ്യും എന്ന് ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഡിനൻസ് കൊണ്ടുവന്ന് ശമ്പളം കട്ട് ചെയ്യും എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. 6 മാസമായി ജീവനക്കാർ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടാണ് സർക്കാർ ഓഫീസിലും അതുപോലെ തന്നെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ ജോലിക്കായി വന്നു പോകുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേരാത്ത രീതിയിലുള്ള ഒരു ഭീകര രീതിയിലാണ് ഗവൺമെന്റ് ജീവനക്കാരെ കാണുന്നത്. ജീവനക്കാരുടെ അഭിപ്രായം തേടിയ ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ എന്ന് പറയുന്ന സർക്കാർ തന്നെ പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലെന്നും വ്യക്തമാക്കുന്നു. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തു വരും. News 18, തിരുവനന്തപുരം. ജമ്മു കശ്മീരിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ കൊല്ലം സ്വദേശി അനീഷ് തോമസിന്റെ ഭൌതിക ശരീരം ഇന്ന് നാട്ടിലെത്തിക്കും. രാവിലെ 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന ഭൌതിക ശരീരം തുടർന്ന് ജന്മനാടായ അഞ്ചൽ വയലായിലേക്ക് കൊണ്ടുപോകും. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ പൊതുദർശനം ഒഴിവാക്കും. ഉച്ചകഴിഞ്ഞ് പൂർണ്ണ സൈനിക ബഹുമതികളുടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ലോകത്ത് കോവിഡ് ബാധിതർ 3 കോടി കടന്നു. 9,44,000-ലേറെ പേർ ഇതുവരെ രോഗം ബാധിച്ചു മരിച്ചു. 24 മണിക്കൂറിനിടെ 3 ലക്ഷത്തിനടുത്ത് കോവിഡ് കേസുകളും 6,000 മരണവും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിൽ രോഗബാധിതർ 70 ലക്ഷത്തിലേക്കും ബ്രസീലിൽ 45 ലക്ഷത്തിലേക്കും അടുക്കുന്നു. യൂറോപ്പിൽ കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണത്തിൽ സ്പെയിനും ഫ്രാൻസുമാണ് മുന്നിൽ. ലാറ്റിൻ അമേരിക്കൻ സാമൂഹിക നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചതിനെതിരെ ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി.
കോവിഡ് വാക്സിൻ വികസിപ്പിച്ചാലും 2021 അവസാനത്തോടെ മാത്രമേ വ്യാപകമായ രീതിയിൽ വിതരണം ചെയ്യാനാകൂ എന്ന് US ആരോഗ്യ വിഭാഗം ഡയറക്ടർ വ്യക്തമാക്കി. സഭാ സുവർണ ജൂബിലി നിറവിൽ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രവേശനത്തിന്റെ 50ാം വാർഷിക ആഘോഷം ഇന്ന് കോട്ടയത്ത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കപ്പെട്ട 50 അതിഥികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. 1970 സെപ്റ്റംബർ 17 മുതലുള്ള 50 വർഷങ്ങൾ. പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് നിയമസഭയിലെത്തിയിട്ട് ഇന്ന് സുവർണ ജൂബിലി പൂർത്തിയാക്കുകയാണ്. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സുഹൃതം സുവർണം എന്ന് പേരിട്ട പരിപാടി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും തത്സമയം ലോകമറിയത്തക്ക വിധത്തിൽ സംപ്രേഷണം ചെയ്യാം. 50 പേർക്ക് മാത്രമാണ് പരിപാടിയിൽ നേരിട്ട് ക്ഷണമുള്ളത്. 16 ലക്ഷം പേർ ഓൺലൈനിലൂടെ പങ്കെടുക്കും. പരിപാടിക്ക് മുന്നോടിയായി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ഇന്ന് ഉമ്മൻചാണ്ടി എത്തും. വൈകുന്നേരം ഓൺലൈൻ വഴി എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുമായി ഉമ്മൻചാണ്ടി സംവദിക്കും. ന്യൂസ് 18 കോട്ടയം. ഏത് ഇലക്ഷൻ വരുമ്പോഴും സ്ഥാനാർത്ഥികൾ ആഗ്രഹിക്കുന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യമാണ്. അപ്പം അദ്ദേഹത്തിന് വലിയ ഒരു പ്രാസംഗികനൊന്നുമല്ല, പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന്, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയാനും അത് ആരാണോ അത് കേൾക്കുന്നത് ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാനും കഴിയും. അതാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത. അൻപത് വർഷമായി എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി മാത്രം? ആ ചോദ്യത്തിനുള്ള ഉത്തരം പുതുപ്പള്ളിയിലെ ശനിയാഴ്ചകളും ഞായറാഴ്ചകളുമാണ്. ലോക്ക്ഡൌൺ കാലത്തും കരോട്ടുവള്ളക്കാലിൽ വീട് ഇങ്ങനെ തന്നെയാണ്. ഞായറാഴ്ചകളിൽ രാവിലെ കുർബാന കഴിഞ്ഞ് 7:30 എത്തുമ്പോഴേക്കും വലിയ ആൾക്കൂട്ടമാകും. നേരിട്ട് മാത്രമല്ല, പ്രവർത്തകരുടെ കയ്യിലുള്ള എല്ലാ ഫോണുകളിലൂടെയും ആവശ്യങ്ങളും വേവലാതികളും എത്തിക്കൊണ്ടിരിക്കും. ഉമ്മൻചാണ്ടിയുടെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സർവകലാശാലയാണിത്. പുസ്തകങ്ങൾ വായിച്ചല്ല, ഈ ആളുകളെ കേട്ടാണ് ജീവിതം പഠിച്ചത്. എൻ്റെ പുസ്തകം ജനങ്ങളാണ്. എനിക്ക് പത്രങ്ങൾ വായിക്കുന്നത് തന്നെ കഷ്ടിച്ച. ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് നീറുന്നവർക്ക് ഈ വരവ് മരുന്നിന് സമാനമാണ്. സാറിനോട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും ഒരു ഇത്രയും ഉയർന്ന ഉള്ള ഒരാളോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സ്വന്തം ആളോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്ന ഒരു ഇതുകൊണ്ട് മാത്രം ഞങ്ങൾ വന്നതാണ്. ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാലും അതൊരിക്കലും തള്ളിക്കളയത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് 100% ഉണ്ട്. എനിക്ക് എപ്പോഴും TV കാണുമ്പോൾ കാണണമെന്നുണ്ടായിരുന്നു. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചപ്പോൾ സന്തോഷത്തോടെ എന്നെ വിളിച്ചു അടുത്തിരുത്തി ഫോട്ടോ എടുത്തു. എന്നോട് ചോദിച്ചു പേരൊക്കെ എന്നാ ചെയ്യുന്നതെന്ന്. സന്തോഷമുണ്ട്. വേറൊരു നേതാവിനെ കാണാൻ ചിലപ്പോൾ നമുക്ക് ശുപാർശയൊക്കെ ഉണ്ട്. ഇപ്പം നേരെ പുതുപ്പള്ളി വരുമോ, അല്ലെ സാറിന്റെ നമ്പറിൽ വിളിക്കുമോ, എന്താവശ്യത്തിന് ആണേലും സാറുണ്ട്. എത്ര ബഹളത്തിന് നടുവിലും ശാന്തമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പതിവ് സന്ദർശകർക്കിടയിലെ അത്ഭുതം. ചീത്തവിളിയുമായി എത്തുന്നവർ പോലും അവിടെ ശാന്തരാകുമെന്നാണ് സാക്ഷ്യം. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഇവഴക്കൊന്നു തന്നെ പറയാം. കാരണം അദ്ദേഹം ഏത് പ്രകോപനമായിട്ട് വരുന്ന ആളുകളെ, ഏത് കൊലകൊമ്പന്മാരെയും അദ്ദേഹം വളരെ സൗമ്യമായി ഡീൽ ചെയ്ത് ഒരു പ്രകോപനം അദ്ദേഹത്തിന്റെ നേരെ നമ്മൾ എന്ത് ഉയർത്തിയാലും ആക്ഷേപങ്ങളല്ല അദ്ദേഹത്തെ അട്ടഹസിച്ച് വന്നത് പോലും അദ്ദേഹം വളരെ തന്മയത്വമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യും. അത് വേറൊരു നേതാവിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. കരോട്ടെ കുഞ്ഞുഞ്ഞ് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് 1960കളിലാണ്. ഇന്നും ആ കുഞ്ഞുഞ്ഞിനെ തന്നെ വിശ്വസിച്ചാണ് ചെറുപ്പക്കാർ KSUവും യൂത്ത് കോൺഗ്രസും ആകുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ തൊട്ട് നെയ്ബറാണ്. ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലമായി അദ്ദേഹത്തിനോടൊപ്പം തന്നെ വളരെ സജീവമായിട്ടുണ്ട്.
ക്യാമറമാൻ ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തീർച്ചയായിട്ടും ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് KSUവിൽ ചേരുന്നത്. അന്ന് ഉമ്മൻചാണ്ടി KSU പ്രസിഡൻ്റായിരുന്നു. ഞാൻ വളരെ കുട്ടിയായിരിക്കുന്ന കാലമാണ്. അന്ന് ഓണത്തിൽ ഒരു പറ നെല്ല് എന്ന് പറയുന്നൊരു പദ്ധതി MN ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ KSU ആരംഭിക്കുകയുണ്ടായി. പക്ഷേ അന്ന് എനിക്ക് KSU ചേരാൻ ഒരു താല്പര്യവും, ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പദ്ധതിയിലൂടെയാണ് പിന്നീട് പതുക്കെ KSUവിലേക്ക് കടന്നു വന്നത്. ിലെ UDF മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ആന്റണി മന്ത്രിസഭയുടെ ആയുസ് കുറയില്ലായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണൻ. ഉമ്മൻചാണ്ടിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ AK ആന്റണിക്ക് താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം കൊടുക്കേണ്ടി വന്നതോടെയാണ് മാറ്റി നിർത്തിയത്. ഇനിയും ഭരണത്തിലിരിക്കാനുള്ള ബാല്യം ഉമ്മൻചാണ്ടിക്കുണ്ടെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. 2001 മുഖ്യമന്ത്രിയായ AK ആന്റണി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായത്. എന്നാൽ 2001 ആന്റണി മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നുവെന്നാണ് കെ ശങ്കരനാരായണൻ പറയുന്നത്. മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ഇല്ലാതെ പോയതാണ് ആ മന്ത്രിസഭയുടെ ആയുസ് കുറഞ്ഞത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടാവേണ്ടതായിരുന്നു. അത് പല കാരണങ്ങളെ കൊണ്ടും ഉണ്ടായില്ല. അത് ഉമ്മൻചാണ്ടി പിന്നെ അതിനൊന്നും ശാഠ്യം പിടിക്കുന്ന ഒരാളുമല്ല. ഉമ്മൻചാണ്ടിയെ മന്ത്രിസഭയിൽ എടുക്കാൻ ആന്റണിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം കൊടുക്കേണ്ടി വന്നതോടെയാണ് ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നത്. ഇത് നമ്മൾ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ എത്ര ക്രിസ്ത്യൻസ്, എത്ര മുസ്ലിംസ്, എത്ര നായർ, എന്നൊക്കെ കണക്കാക്കില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അന്ന് വരാൻ പറ്റിയില്ല. ആ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു പ്രത്യേകത? ശങ്കരനാരായണൻ ഇങ്ങനെ പറയുന്നു. ചിലവർ വേണ്ടവർ ഉള്ളിലില്ലെങ്കിൽ പിന്നെ ഒന്നും നിലനിൽക്കില്ലല്ലോ. വീട്ടിൽ ഒരു ഭക്ഷണം വയ്ക്കാൻ അരിയും പച്ചക്കറിയും ഉണ്ടെങ്കിൽ അത് വയ്ക്കുന്ന ഒരാളും കൂടി വേണ്ടേ? എന്നാലല്ലേ കറിയും കൂട്ടാനും ചോറും ഒക്കെ ആവുള്ളൂ. ഉമ്മൻചാണ്ടിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. ഉണ്ടാവണമെന്ന് എല്ലാവരും ആന്റണിയും ആഗ്രഹിച്ചതായിരുന്നു, ഞാനും ആഗ്രഹിച്ചായിരുന്നു. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്നുപെട്ടു. ഒരു മണ്ഡലത്തിൽ നിന്നും 50 വർഷം തുടർച്ചയായി ജയിക്കാൻ കഴിയുന്നത് പ്രത്യേക സിദ്ധിയാണ്. എപ്പോഴും ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മൻചാണ്ടി സാങ്കേതികത്വം നോക്കാതെ ജനങ്ങൾക്ക് സഹായം നൽകാൻ ശ്രമിക്കുന്ന നേതാവാണെന്നും ശങ്കരനാരായണൻ. ആളുകളുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക, അതിന് വലിയ നിയമ വകുപ്പൊന്നും നോക്കില്ല. കാര്യങ്ങൾ സാധിക്കുക, അത് ചെയ്യേണ്ടതാണ്. ആ പാവപ്പെട്ടവനാണ്, അത് ചെയ്യണം. അതിന് വലിയ നിയമം, അതിന് പറ്റുന്ന നിയമം അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ലാണ്ട് അങ്ങനെയുള്ള സ്വഭാവമാണ് ഉമ്മൻചാണ്ടി. ഇനിയും ഭരണത്തിലിരിക്കാനുള്ള ബാല്യം ഉമ്മൻചാണ്ടിക്കുണ്ടെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ മരണച്ചടങ്ങുകൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചില ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി ആ ചടങ്ങെടുക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ ഈ മനുഷ്യ ഇവിടെ എത്തി? എനിക്കൊരു അറിവും തരാതെ, അന്ന് പ്രതിപക്ഷത്തിലിരിക്കുകയാണ്, അതെ പ്രതിപക്ഷ നേതാവാണെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രതിപക്ഷ നേതാവായത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ വളരെ ജൂനിയറായിട്ടുള്ളൊരു MLA മാത്രമാണ്. പക്ഷെ എൻ്റെ ചേട്ടൻ മരിച്ചത് അറിഞ്ഞിട്ട്, ചേട്ടൻ വളരെ ചെറുപ്പത്തിലാണ് മരിച്ചത്. അപ്പം വളരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഫീൽ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. അപ്പം അന്ന് ഉമ്മൻചാണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നു ഞാൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സപ്തതിയുടെ നിറവിൽ 70ാം ജന്മദിനമായ ഇന്ന് കോവിഡ് പശ്ചാത്തലത്തിൽ പതിവ് പിറന്നാൾ ആഘോഷങ്ങൾ ഉണ്ടാകില്ല. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമന്ത്രിക്ക് മലയാളത്തിൽ ആശംസകൾ നേർന്നു. രാജ്യം കോവിഡ് വ്യാപനത്തിന്റെ ചൂട് നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ഉചിതമാകില്ലെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ആഘോഷങ്ങളിൽ സാമൂഹിക അകലം പാലിക്കാനും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിപാടികളില്ല. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മോദിക്ക് മലയാളത്തിൽ ആശംസകൾ നേർന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജിക്ക് എന്റെയും കേരള ജനതയുടെയും ഹാർദമായ ജന്മദിന ആശംസകൾ. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ സേവാ സപ്താഹവും പാതയോര ശുചീകരണവും നടത്തി. ഓരോ പഞ്ചായത്തിലും 70 സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നടും. ഭിന്നശേഷിക്കാരെ സഹായിക്കൽ, രക്തദാന ക്യാമ്പുകൾ തുടങ്ങിയ പരിപാടികളാണ് മോദിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ BJP പ്രവർത്തകർ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്
ന്യൂസ് 18. MC കമറുദ്ദീൻ MLA ഉൾപ്പെട്ട ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വൈകിപ്പിക്കുന്നതായി ആക്ഷേപം. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. MC കമറുദ്ദീൻ MLA ഉൾപ്പെട്ട ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രാഥമിക അന്വേഷണം പോലും ആരംഭിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് കണ്ണൂർ SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നേരത്തെ നിയോഗിച്ചിരുന്നു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 50ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 800ഓളം നിക്ഷേപകരിൽ നിന്നും 130 കോടിയിലേറെ രൂപ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് DGP ഉത്തരവിട്ടത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് നടത്തുന്ന സമവായ നീക്കങ്ങൾക്കിടെ അന്വേഷണം വൈകിപ്പിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുവഴി ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കമറുദ്ദീൻ MLAക്കും അതുപോലെ മറ്റു ഉടമസ്ഥർക്ക് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ലോക്കൽ പോലീസ് അലംഭാവം കാട്ടിയെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. പരാതിക്കാരുടെ എണ്ണം കൂടുകയും കമറുദ്ദീന് വീഴ്ച സംഭവിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കാര്യത്തിൽ പ്രാഥമിക നടപടി പോലും ആരംഭിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. നിയമ നടപടിയുമായി പോകുന്നവർക്ക് പണം തിരിച്ചു നൽകാൻ മുൻകൈ എടുക്കില്ലെന്ന് നേരത്തെ പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അന്വേഷണം വൈകുന്നതിൽ പരാതിക്കാരും ആശങ്കയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ബാലഭാസ്കറിന്റെ മരണത്തിന് മുൻപ് ആശുപത്രിയിലെ അവസാന സന്ദർശകരിൽ ഒരാളായിരുന്നു സ്റ്റീഫൻ ദേവസി. ആശുപത്രിയിലെ ചിലരുടെ സാന്നിധ്യത്തിൽ അസ്വാഭാവികത ഉള്ളതായി അച്ഛൻ KC ഉണ്ണി ആരോപിച്ചിരുന്നു. മാത്രമല്ല, സ്റ്റീഫനൊപ്പം നിരവധി വിദേശ ടൂർ പ്രോഗ്രാമുകളിലും ബാലഭാസ്കർ പങ്കെടുത്തിരുന്നു. പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം എന്നിവരും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമാണ് ഇരുവരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളാകുന്നത്. അതിനാൽ ഇവരെ സംബന്ധിച്ചും അന്വേഷണ സംഘം ചോദിച്ചറിയും. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷികളായ ചലച്ചിത്ര താരങ്ങളായ സിദ്ദീഖ്, ഭാമ എന്നിവരെ ഇന്ന് വിസ്തരിക്കും. കഴിഞ്ഞ ദിവസം MLAയും നടനുമായ മുകേഷിന്റെ സാക്ഷി വിസ്താരം നടത്തിയിരുന്നു. കൊച്ചി പ്രത്യേക CBI കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. കേസിൽ 46 സാക്ഷികളുടെ വിസ്താരം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 300-ലധികം പ്രോസിക്യൂഷൻ സാക്ഷികളാണ് കേസിലുള്ളത്. MPമാരുടെ ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും 30% വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്ന ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കും. കോവിഡ് കണക്കിലെടുത്ത ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാനുള്ള ബിൽ കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയിരുന്നു. ഹോമിയോപ്പതി സെൻട്രൽ കൌൺസിൽ ഭേദഗതി ബില്ലും ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൌൺസിൽ ഭേദഗതി ബില്ലും സഭ ഇന്ന് പാസാക്കിയേക്കും. അന്തരിച്ച കോവളം മുൻ MLAയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോർജ് മേഴ്സിയറുടെ സംസ്കാരം ഇന്ന് നടക്കും. കരൾ സംബന്ധമായ അസുഖത്തിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. 68 വയസ്സായിരുന്നു. 1991-ലും 2006-ലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു. KPCC നിർവാഹക സമിതി അംഗമാണ്. സുപ്രീംകോടതി വിധിയെ തുടർന്ന് പൊളിച്ചുമാറ്റിയ മരടിലെ ഫ്ളാറ്റുകളുടെ സമീപവാസികൾക്ക് മതിയായ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. സ്ഫോടനത്തിൽ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ ആര് പരിഹരിക്കും എന്നതിൽ ഇപ്പോഴും തർക്കം തുടരുന്നു. മരടിലെ ഫ്ളാറ്റുകളുടെ അവശിഷ്ടങ്ങൾ അത് നീക്കം ചെയ്ത് കഴിഞ്ഞെങ്കിലും ആ സ്ഥലത്ത് ഇപ്പോഴുള്ളത് അത്ര എളുപ്പമൊന്നും നീക്കം ചെയ്യാൻ പറ്റാത്ത കോൺക്രീറ്റും കമ്പികളും എല്ലാം ഉൾപ്പെടുന്ന അടിത്തറ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. ഈ ഫ്ളാറ്റുകൾ നിന്ന സ്ഥലത്തെ അത് സംബന്ധിച്ച് എന്ത് പദ്ധതി നടപ്പാക്കണമെന്നത് സംബന്ധിച്ചും ഒരു തീരുമാനവും എത്തിയിട്ടില്ല. സ്ഫോടന സമയത്തിൽ സമീപത്തെ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ ഇത് പരിഹരിച്ചു കൊടുക്കുന്നതിലും കമ്പനികൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്ന പരാതിയുമുണ്ട്. പൊളിച്ച ഫ്ളാറ്റുകളുടെ ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്തെങ്കിലും മരടിൽ കാര്യങ്ങൾ ഇപ്പോഴും പഴയ നിലയിലായിട്ടില്ല. സ്ഫോടനത്തിൻ്റെയും ഫ്ളാറ്റുകൾ വീണ ആഘാതത്തിൻ്റെയും ഫലമായി സമീപവാസികൾക്ക് നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. ആൽഫ സെറിൻ ഫ്ളാറ്റിന് സമീപം മാത്രം 25ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ വീടുകൾക്ക് സംഭവിക്കുന്ന തകരാറുകൾ സ്ഫോടനത്തിന് കരാറെടുത്ത കമ്പനിയും അതിനുശേഷമുള്ളത് ഇൻഷുറൻസ് കമ്പനിയുമായിരുന്നു പരിഹരിക്കേണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇൻഷുറൻസിൻ്റെ ഇടപാടൊക്കെ ഗവൺമെൻറ്റാണ് അന്നത്തെ സബ് കളക്ടറാണല്ലോ ഏർപ്പാട് ചെയ്തത്. ഇൻഷുറൻസിൻ്റെ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല.
അത് ഞങ്ങൾ കാണണം, ഞങ്ങൾക്ക് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വന്നപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. വാഗ്ദാനങ്ങളുമായി ആദ്യം വന്ന ആരും ഇപ്പോൾ ഈ വഴിയില്ലെന്ന് നാട്ടുകാർ. അവർ ശരിയാക്കി തരണ്ടായില്ല. മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്കും കൊറോണയാണ് എന്നും പറഞ്ഞ് പിന്നെ നമ്മൾ എന്നാ അവർ വരണേ, ആരോടെ പരാതി പറയാൻ ആരുമില്ല ഇവിടെ. അധികാരികൾ ആരെങ്കിലും വേണ്ടേ നമുക്ക് ചെയ്തു തരാനായിട്ട്? എല്ലാവരും ആ സമയത്തൊക്കെ വന്ന് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലാണ്ട് നീ വീട് മൂടാൻ കൂടി ഒരു സാധനം തന്നില്ല. കായലിൽ വീണ കെട്ടിടാവശിഷ്ടങ്ങൾ പോലും അടുത്തിടെ നാട്ടുകാർ സമരം നടത്തിയപ്പോഴാണ് മാറ്റിയത്. ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ എല്ലാം സഹിച്ച നാട്ടുകാരെ അധികൃതർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. ക്യാമറമാൻ ലിജു ചെറിയാനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. എറണാകുളം ഇടപ്പള്ളിയിൽ സ്വകാര്യ സ്കൂളിന് മുൻപിൽ സമരം ചെയ്ത രക്ഷിതാക്കൾക്കെതിരെ പോലീസ് അതിക്രമം. പോലീസ് നടപടിയിൽ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ എളമക്കര എസ്ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പരാതി നൽകി. ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിന് മുന്നിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ദിവസങ്ങളായി സമരം നടത്തുന്ന രക്ഷിതാക്കൾക്ക് നേരെയായിരുന്നു പോലീസ് നടപടി. വനിതാ പോലീസ് ഇല്ലാതെയാണ് സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് എത്തിയത്. അതേസമയം എസ്ഐയെ പിന്നിൽ നിന്നും അടിച്ചതിനെ തുടർന്നാണ് ബലപ്രയോഗം നടത്തേണ്ടി വന്നതെന്നാണ് പോലീസ് നിലപാട്. സ്കൂൾ മാനേജ്മെന്റിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. സംഭവത്തിൽ എളമക്കര എസ്ഐക്കെതിരെ സിഐക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ പത്മശ്രീ ഡോക്ടർ PR കൃഷ്ണകുമാർ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്നു. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ മേഴത്തൂർ PV രാമവാര്യരുടെയും പരേതിയായ പങ്കജം വാരസ്യാരുടെയും മകനാണ്. പിതാവിന്റെ മരണത്തെ തുടർന്ന് 1994 മുതലാണ് ആര്യവൈദ്യ ഫാർമസിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത്. ആയുർവേദ രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. അവിവാഹിതനായ കൃഷ്ണകുമാർ കോയമ്പത്തൂർ രാമനാഥപുരത്തെ രാജമന്ദിരത്തിലായിരുന്നു താമസം. PR കൃഷ്ണകുമാറിന്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതോടെ ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.